ആരൊക്കെയാണ് വന്ന ആളുകൾ പേരൊന്ന് കമന്റ് ചെയ്യാം. ചില ആളുകളെ പേര് കാണിക്കുന്നില്ല, അതാണ്. പേര് കാണിക്കാത്തവർ കമന്റ് ചെയ്താലും മതി. നിയാസ്, മുആസിർ, റിസ്വാൻ, ക്രിസ്റ്റഫർ, ഇർഷാദ്. ഓക്കെ ഓക്കെ. ബാക്കിയുള്ള ആളുകൾ വന്നോട്ടോ, നമ്മൾ ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. 9 മണി പറഞ്ഞല്ലേ. ഹാരിസ്. ഓക്കെ ഓക്കെ. നമ്മൾ കുറച്ചായിട്ട് നമ്മൾ ഓൺലൈൻ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. മീൻസ് ബേസിക്സ് ആണ് അത്. നമ്മളെ മൊബൈൽ ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ടല്ലോ, പുതിയ ആളുകൾക്ക് ഐഫോൺ റിപ്പയറിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ മൊഡ്യൂൾ 1 കൊടുക്കുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്കൊരു ഒരു സ്റ്റെപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം അവർക്ക് പിന്നീട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ഡേഷൻ കോഴ്സ് ഡയറക്റ്റ് വന്ന് എടുക്കുക എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ നിലവിലുള്ള സ്റ്റുഡൻസിനും കൂടി ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ബിഗിനേഴ്സിനുള്ള സെക്ഷനാണ്. പക്ഷേ നമ്മൾ ഗ്രൂപ്പിലും കൂടി ഷെയർ ചെയ്യാൻ കാരണം അത് ചില ആളുകൾക്ക് ചിലപ്പം കുറച്ചായിട്ട് ഫീൽഡിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ സ്കീമാറ്റിക്സ് തീരെ യൂസ് ചെയ്ത് ഇപ്പോൾ JC ഡ്രോയിങ് തീരെ യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരാൾക്ക് കുറച്ചും കൂടി ബെറ്ററാണ് അതിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലും കൂടെ ഷെയർ ചെയ്തത്. മീൻസ് നമ്മൾ അപ്ഡേഷൻ കോഴ്സിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പിലും കൂടെ ഷെയർ ചെയ്തത്. അപ്പോൾ നിലവിൽ എത്ര പേര് JC ഡ്രോയിങ് യൂസ് ചെയ്യുന്നുണ്ട്? ചാറ്റിൽ പറഞ്ഞാൽ മതി. എത്ര പേര് JC ഡ്രോയിങ് യൂസ് ചെയ്യുന്നുണ്ട്? യെസ് എന്ന് പറഞ്ഞാൽ മതി. യെസ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഒരാളെ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്കീമാറ്റിക്സ് ഏതാണെന്ന് കമന്റ് ചെയ്താലും മതി. ഓക്കെ ഓക്കെ. കുറച്ച് പേര് യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ZXW ആണ്. ZXW എക്സ്പയർ ആവാനായിട്ടുണ്ടായിരുന്നെങ്കിൽ ZXW എക്സ്പയർ ആവാനായിട്ടുണ്ടെങ്കിൽ ഇനി പ്രത്യേകിച്ച് അത് റിന്യൂ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഒരു അർത്ഥമില്ല. ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ ZXW സപ്പോർട്ട് ചെയ്തത് ഞാൻ തന്നെ ആയിരുന്നു. കാരണം നമ്മൾ ആ ഒരു യൂസർ ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് നമുക്ക് ഒരു ബിഗിനറെ സംബന്ധിച്ച് ZXW ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. അതായത് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ആവും. അതേപോലെ കൂടുതൽ അഡീഷണൽ ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. അതേപോലെ സിമ്പിളാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലോഡായിട്ട് വരും. ഓവർ ഡിലേ കാര്യങ്ങളൊന്നും വരില്ല. സെർവറൊക്കെ ഓക്കെയാണ്. പിന്നെ ZXW നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അതായത് ബിറ്റ് മാപ്പ് ഉണ്ട്. അതേപോലെ സ്കീമാറ്റിക്സ് എല്ലാ മോഡലിലും ഒന്നും അവൈലബിൾ അല്ല. ചില ടൈമിന് സ്കീമാറ്റിക്സ് ഓപ്പൺ ആയിട്ട് വരില്ല. അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. നമുക്കൊരു ബിറ്റ് മാപ്പിൻ്റെ ഫംഗ്ഷന് മാത്രമാണ് സാധാരണ എല്ലാവരും ZXW യൂസ് ചെയ്യാറ്. അതേപോലെ അപ്ഡേഷൻ്റെ കാര്യത്തിൽ പുതിയ മോഡൽസ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ബാക്കിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഓക്കെ. നമുക്കൊരു ഇൻട്രാക്ഷൻ രീതിയിലാണ് നമ്മളെ ഓൺലൈൻ ക്ലാസ് ഒക്കെ പോവാറ്. അപ്പം ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. അതായത് നമുക്ക് ZXW നമുക്ക് വരുന്ന പുതിയ അപ്ഡേറ്റ്സ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും ZXന്റെ സെറ്റപ്പ് രണ്ടാമത് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പുതിയ ഫയൽ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ പൊതുവെ ആളുകൾ യൂസ് ചെയ്യുന്ന ZXW എന്തായിരിക്കും? മിക്കവാറും തൊട്ട് മുമ്പ് വന്ന വേർഷനോ അതിൻ്റെ മുമ്പത്തെ വേർഷനോ ഒക്കെ ആയിരിക്കും, അല്ലേ? ഓക്കെ. ഇനി നമുക്ക് JC ഡ്രോയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ
JC ഡ്രോയിങ് വന്നിട്ട് ഏകദേശം 5 കൊല്ലത്തോളമായി. അപ്പം എല്ലാവർക്കും ഇത് എന്തായിട്ടില്ല, ഫിമിലിയർ ആയിട്ടില്ല. അതിലേക്ക് എല്ലാവരും യൂസിങ്ങിലേക്ക് വന്നിട്ടില്ല. അധികവും ZX യൂസ് ചെയ്യുന്ന ആളുകൾ അതന്നെ അപ്ഡേറ്റ് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ZXW യൂസ് ചെയ്യുന്ന ആളുകൾ ഇനി അടുത്തൊരു റിന്യൂവൽ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. പറ്റുന്നതും എന്ത് ചെയ്യാം, സെക്കൻഡ്, കഴിയുന്നതും JC ഡ്രോയിങ് തന്നെ പർച്ചേസ് ചെയ്യാം. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് JC ഡ്രോയിങ് ഒന്ന് ഓപ്പൺ ചെയ്യാം. JC ഡ്രോയിങ്ങിൻ്റെ 2 ഇൻ്റർഫേസ് ഉണ്ട്, 2 ആപ്ലിക്കേഷൻ ഉണ്ട് അതിൻ്റെ ഓൾറെഡി. ആരെങ്കിലും പുതിയ വേർഷൻ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിരുന്നോ? പുതിയ ഒരു ആപ്പിൻ്റെ രീതിയിൽ വരുന്നുണ്ട്. സ്ക്രീന് കാണുന്നുണ്ടോ? ഓക്കെ, ഫസ്റ്റ് നിങ്ങൾക്ക് JC ഡ്രോയിങ്ങിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാനിപ്പോൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 2 ഡേയ്സ് ട്രയൽ പീരീഡ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 1-2 ദിവസം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ്, ഒറ്റ സെക്കൻഡ്, ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങളിവിടെ ലോഗിൻ്റെ പേജ് ആയിരിക്കും വരിക. അവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഇമെയിൽ ID കൊടുക്കുക, ദെൻ ഗെറ്റ് ക്യാപ്ച കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഇമെയിൽ ID-യിലേക്ക് ഒരു OTP വരും. ആ OTP തൊട്ട് താഴെയുള്ള ഇവിടെ അടിച്ചു കൊടുക്കുക. ദെൻ പാസ്വേഡ്, നിങ്ങൾക്ക് എന്താണോ പാസ്വേഡ് വേണ്ടത് അതും കൂടി ഇവിടെ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓൾറെഡി 2 ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും, ട്രയൽ പീരീഡ് ഉണ്ടാവും 2 ദിവസം. ഇനി പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആക്ടിവേഷൻ ചെയ്യണം. അതായത് 1 ഇയറോ അല്ലെങ്കിൽ 3 മന്തോ 6 മന്തോ, ഇവർ ഭയങ്കര കസ്റ്റമൈസ് ആയിട്ടാണ് ഇതിൻ്റെ ആക്ടിവേഷൻ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര മാസത്തേക്ക് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിനിവിടെ മന്ത്, ഇയർ, കാർഡ് റീചാർജ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആ ഒരു കാർഡിൻ്റെ നമ്പറും പാസ്വേഡും അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റീചാർജിന് നമ്മളെ ഈ ഓൺലൈൻ സർവീസ് ഒക്കെ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ JC ഡ്രോയിങ്ങിൻ്റെ അക്കൗണ്ട് വാങ്ങിക്കാൻ പറ്റും. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാലും ഞാൻ പർച്ചേസ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ JC ഡ്രോയിങ്ങിന് 3600 രൂപയാണ് 1 ഇയറിന് വരുന്നത്. 3600 അത് നമുക്ക് കിട്ടുന്ന പ്രൈസാണ് കേട്ടോ. പുറമെ സെല്ലിങ് മിക്കവാറും 3800, 3900 ആ റേഞ്ചൊക്കെ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേണേൽ 3600 തന്നെ ഞാൻ റെഡിയാക്കി തരാം, അക്കൗണ്ട് കാർഡ് പർച്ചേസ് ചെയ്ത് തരാം. ഇത് ബൈ കാർഡ് എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഈ കാർഡിൻ്റെ നമ്പറും പാസ്വേഡും ആണ് സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുക. അതായത് ഈ റീസെല്ലേഴ്സൊക്കെ ആ ഒരു കാർഡ് സ്ക്രാച്ച് ചെയ്തിട്ട് അതിൻ്റെ കോഡും അതിൻ്റെ പാസ്വേഡും ആണ് തരിക. ഇനി ബൈ ഡിവൈസ്, ബൈ ഹവർ, ഇങ്ങനെ പല ഓപ്ഷനുകളും ഇതിലുണ്ട്. ബൈ പേപ്പാൽ അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, കുറഞ്ഞ സമയത്തേക്ക് വേണ്ടിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ QR കോഡ്, ഇയർലി QR കോഡ് ത്രൂ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ WeChat ത്രൂ പർച്ചേസ് ചെയ്യാം, 2 ഇയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആക്ടിവേഷൻ്റെ വിഷയം. അത് നമ്മൾ കോംപ്ലിക്കേഷനിലേക്കൊന്നും പോകണ്ട. നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് കാർഡ് പർച്ചേസ് ചെയ്താൽ മതി. 1 ഇയർ കാർഡ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഒരു സിംഗിൾ യൂസർ മാത്രമാണ് കൊടുക്കുന്നത്. എൻ്റെ അറിവിൽ സിംഗിൾ യൂസർ മാത്രമേ ഉള്ളൂ. ഇനി ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ ആക്ടിവേറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം വേറൊരാൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഒരു കസ്റ്റമർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള, ഓൾറെഡി വേറെ സിസ്റ്റത്തിൽ ലോഗിൻ ആയിരിക്കും എന്നുള്ളൊരു മെസ്സേജ് വരും. മിക്കവാറും
വരാറുണ്ട് അത്. അപ്പം നിങ്ങൾക്ക് വേറെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇയാൾ മറ്റാൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളത് കട്ടാവും. അല്ലെങ്കിൽ ഇയാൾ ഓഫ് ചെയ്താൽ മാത്രമേ മറ്റേ ആൾക്ക് ചില സമയത്ത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ സിംഗിൾ യൂസിങ് ആണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. അപ്പം എന്ത് ചെയ്യുക, 1 ഇയറിലേക്ക് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ്. നമ്മൾ നേരെ കാണുന്ന സ്ക്രീൻ ഇത് തന്നെയാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഉള്ളതെന്ന് ജസ്റ്റ് നോക്കാം. ഇതിൽ സൈഡിൽ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് ഇവർ എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണോ ഇവർ JC ഡ്രോയിങ്ങിൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ലോഗാണിത്. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നത് ഇത് 6/7 എന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പ് വന്ന അപ്ഡേറ്റ് ആണിത്. ഒപ്പോ റിയൽമി Q3 പ്രോൻ്റെ ഡയഗ്രാം വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ബിറ്റ് മാപ്പും കാര്യങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ടാവും. അതേപോലെ എന്തെങ്കിലും പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ഇല്ല. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ JC ഡ്രോയിങ്ങിൻ്റെ തന്നെ സോഫ്റ്റ്വെയറിൽ പുതിയതായിട്ട് വന്ന അപ്ഡേറ്റ്സ്, അതിൽ എന്ത് ഇഷ്യൂ ആണ് അവർ ഫിക്സ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു. ഇപ്പോൾ ഫിക്സ് സിഗ്നൽ ഡിറ്റക്ഷൻ, ബസ് ഡാറ്റ, ഡിസ്പ്ലേ ഇഷ്യൂ, അങ്ങനെ ചെറിയ ചെറിയ ബഗ്ഗുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കും പുതിയ അപ്ഡേറ്റ്സ് വരിക. ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റ് പെർഫോമൻസ് കാര്യങ്ങൾ കിട്ടുള്ളൂ. അതാണ് രണ്ടാമത്തെ ടാബ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്. മൂന്നാമത്തെ ടാബാണ് ക്രാഷ് അനാലിസിസ്. ക്രാഷ് അനാലിസിസ് അറിയാത്തവരുണ്ടോ? അറിയാത്തവരുണ്ട്, ജസ്റ്റ് ഒന്നും അറിയില്ല എന്ന് പറയും. ഓക്കെ, യെസ് പാനിക്കാണ്. ഓക്കെ, നമ്മുടെ ഡിവൈസ്, ലൈവ് ഡിവൈസ്, അതായത് ഓൺ ആയിട്ടുള്ള ഒരു ഡിവൈസ് റീസ്റ്റാർട്ട് ആവുന്ന, സ്വന്തമായിട്ട് റീസ്റ്റാർട്ട് ആയി വരുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ പാനിക് എന്ന് പറയും, പാനിക് ഫുൾ എന്ന് പറയും. അപ്പോൾ പാനിക് ഉള്ള ഒരു ഡിവൈസിൻ്റെ എന്തുകൊണ്ടാണ് അത് പാനിക് ആയതെന്ന്, അല്ലെങ്കിൽ പാനിക് റീസ്റ്റാർട്ട് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. അതിനുള്ളതാണ് ക്രാഷ് അനാലിസിസ്. ഇപ്പം ഞാനൊരു ഡിവൈസ് ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ കണ്ടില്ലേ, 23 തവണ എന്തായിട്ടുണ്ട്, ആ ഡിവൈസ് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. iPhone 7 ആണ്. 23 തവണ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. അവിടെ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്ന് കാണിക്കും. അപ്പോൾ ഡയറക്റ്റ് 7ൻ്റെ സ്കിമാറ്റിക്സിലേക്ക് പോയി. അതേപോലെ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ നമുക്ക് മോഡൽ കാണിക്കുന്നുണ്ട്, ക്രാഷ് 23 ടൈംസ് കാണിക്കുന്നുണ്ട്. അവിടെ ഡേറ്റ് കാണിക്കുന്നുണ്ട്. ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 23 തവണ റീസ്റ്റാർട്ട് ആയിട്ടുള്ള ഡേറ്റും ടൈമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഏത് ഡേറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്? ആർക്കാൻ പറയാൻ പറ്റുമോ? ഏത് ഡേറ്റ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്? ലേറ്റസ്റ്റ് ഡേറ്റ് അല്ലേ ചൂസ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ടൈം റീസ്റ്റാർട്ട് ആയതിൻ്റെ ഡേറ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, അതുമ്മ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. മിക്കവാറും 1 കാണിക്കുന്നതായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അതിൻ്റെ പാനിക് ലോഗ് കാണിക്കും. അതിൽ യൂസർ സ്പേസ്, വാച്ച് ടോക്ക് ടൈം ഔട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്നുള്ളതാണ് അനാലിസിസ് റിസൾട്ട് എന്ന് പറയുന്നതാണ് ലാസ്റ്റത്തെ ഈ കോളത്ത് കൊടുത്തത്. നോ ഡാറ്റ ഫ്രം ബാറ്ററി റിപ്പയർ എക്സ്പീരിയൻസ്. നോ ഡാറ്റ ഫ്രം ബാറ്ററി. അപ്പോൾ റിപ്പയർ എക്സ്പീരിയൻസ്, ബാറ്ററി ഡിറ്റക്ഷൻ ലൈൻ ഫോൾട്ട്, CPU കനോട്ട് റീഡ് ബാറ്ററി ഡാറ്റ കോസിങ് റീസ്റ്റാർട്ട്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? മിക്കവാറും ഇത് ബാറ്ററി ഇടാതെ ആരെങ്കിലും ഓൺ ആക്കിയിട്ടുണ്ടാവും, മീൻസ് പവർ സപ്ലൈയിലെങ്ങാനും ഓൺ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ബാറ്ററി കോണ്ടാക്ട് ലൂസ് ആയിട്ടുണ്ടാവും, ബാറ്ററിയിൽ വരുന്ന സെൻസിങ് ലൈന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ബാറ്ററിൻ്റെ ഡാറ്റ സെൻസ് ചെയ്യുന്നത് ആ ഒരു പിന്ന് യൂസ് ചെയ്തിട്ടായിരിക്കും. ആ പിന്ന് മിക്കവാറും വീക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, അതേപോലെ മറ്റ് ഒരേ ഡിവൈസ് തന്നെ പലതവണ റീസ്റ്റാർട്ട് ആവുന്നതിൽ ചിലപ്പം ഡിഫറെൻറ്റ് റീസൺ ഉണ്ടാവാം. ഞാൻ വേറൊരു പാനിക്ക് ക്ലിക്ക് ചെയ്തപ്പം ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ റിസൾട്ട് എന്താ വന്നത്, റിപ്പയർ എക്സ്പീരിയൻസ് ഫ്ലാഷ് ഓൺ, ഫ്ലാഷ് അല്ലേ? ഡോണ്ട് റിട്ടേൺ യൂസേഴ്സ് ഡാറ്റ.
അപ്ഗ്രേഡ് ഓർ ഡൗൺഗ്രേഡ്, റീപ്ലേസ് ദ ഡോക്ക് ഫ്ലക്സ്. ഇവർ ഫ്ലാഷ് പറയുന്നുണ്ട്, അതേപോലെ iOS പറയുന്നുണ്ട്, അതേപോലെ ഡോക്ക് ഫ്ലക്സും പറയുന്നുണ്ട്. ഡോക്ക് ഫ്ലക്സ് പറഞ്ഞാൽ ചാർജിങ് സ്ട്രിപ്പ്. ഓക്കെ, ഓക്കെ, അത് CC റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രാഷ് അനാലിസിസ്. ക്രാഷ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. പാനിക് റിപ്പോർട്ട് എന്നാണ് എന്ത് ക്രാഷ് അനാലിസിസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ക്രാഷ് അനാലിസിസ് പറഞ്ഞു. പിന്നെ വരുന്ന ഒരു ഓപ്ഷനാണ് ഫാക്ടറി കോഡ്. ഫാക്ടറി കോഡ് എന്താ സംഭവം എന്ന് അറിയോ? ഫാക്ടറി കോഡ് എന്താ, ആരെങ്കിലും ഒരാൾ ടൈപ്പ് ചെയ്ത്? ആരും ഇതൊന്നും യൂസ് ചെയ്യല്ലേ? ഓക്കെ, ഫാക്ടറി കോഡ് ആക്ച്വലി എന്താണ്? ആരൊരാൾ പറഞ്ഞിട്ടുണ്ട്, IMA ടു സീരിയൽ കൺവേർട്ടർ. ഓക്കെ, IMA ടു സീരിയൽ കൺവേർട്ടർ എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് IMA അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഡിവൈസിൻ്റെ ഒറിജിനൽ സീരിയൽ നമ്പർ ക്വയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും, ഇവിടെ ലിസ്റ്റ് ചെയ്ത് തരും. ഓക്കെ, അതേപോലെ ഇതിനെ കൊണ്ടുള്ള ഈ ഒരു സെക്ഷനെ കൊണ്ടുള്ള മെയിൻ യൂസ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഡിവൈസിൻ്റെ ഒറിജിനൽ MAC അഡ്രസ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഏകദേശം iPhone 6 മുതൽ iPhone 5SC മുതൽ iPhone 11 Pro Max വരെയുള്ള മോഡലുകളിൽ നമ്മൾ MAC അഡ്രസ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു NAND ഡാമേജ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഡാറ്റ മിസ്സായല്ലോ, ആ ഒരു ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഒറിജിനൽ ഡാറ്റനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ജെയ്സിൻ്റെ തന്നെ NAND പ്രോഗ്രാമേഴ്സ് യൂസ് ചെയ്തിട്ട് അതിവിടെ കണക്ട് ചെയ്യും. ജസ്റ്റ് കണക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഫാക്ടറി കോഡ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഫാക്ടറി കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷന്. പിന്നുള്ളത് ഇവിടെ ഈ ഫിക്സ് 1110 എന്ന് പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഫിക്സ് 1110 എന്താണെന്നുള്ളത്? യെസ്, യെസ്, അണ്ടർലൈൻ ദാറ്റ്. ഇവിടെ ഫിക്സ് 1110 എന്ന് പറഞ്ഞത് നമ്മൾ 3U2 ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഫിക്സ് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടിട്ടുണ്ടോ? ഈസി ഫ്ലാഷിനകത്ത് ഫിക്സ് ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി അത് തന്നെയാണ് ഈ പറഞ്ഞ സംഭവം. ഇത് നിലവിൽ JCയിൽ അത് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. നമുക്കത് 3U2 തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡിവൈസ് കസ്റ്റമർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മെമ്മറി ഫുള്ളായി കഴിഞ്ഞാൽ ചിലപ്പോൾ ലോഗോ റീസ്റ്റാർട്ടിലേക്ക് പോകും. ആ ഒരു കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡാറ്റ തിരിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ 3U2 നിങ്ങൾക്ക് ഫിക്സ് ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു ഫ്ലാഷിംഗ് ഓപ്ഷൻ ഉണ്ട്. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് ഡാറ്റ തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അത് 3U2 തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഇവർ ആ ഒരു ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നുള്ളത് കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ. പിന്നെ നമ്മൾ ഡയറക്റ്റ് മോഡലിലേക്ക് പോകാൻ ചെയ്യുക. JC ഡ്രോയിങ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഐഫോണാണ്. ഐഫോൺ റിപ്പയറിങ്ങിനാണ് ഇവർ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐഫോൺ റിപ്പയറിങ്ങിനാണ് കൂടുതലും ഇതിൽ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. ഇതിൻ്റെ ഇൻ്റർഫേസ് തന്നെയാണ് പറയുന്നത്. ഇൻ്റർഫേസ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൈസ മുതലാവുള്ളൂ. അതായത് നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിയാലും അത് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലല്ലേ നിങ്ങൾക്ക് അത് ഇതാവുള്ളൂ. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരു മോഡൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A സൈഡും B സൈഡും കാണിക്കുന്നുണ്ട് അല്ലേ? ഒരു ബോർഡിൻ്റെ രണ്ട് ഏരിയയും കാണിക്കുന്നുണ്ട് അല്ലേ? AB വ്യൂ ആണിത് അല്ലേ? സിംഗിൾ സൈഡ് വ്യൂ അല്ല.
അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കിവിടെ മേലെ മെനുവിൽ ഇവിടെ എ സൈഡ് ബി സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ എ സൈഡിലാണ് കിടക്കുന്നത്. ഞാൻ ബി സൈഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ബി സൈഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. കാരണം ഒരു പേജിൽ തന്നെ രണ്ട് സൈഡും ഓൾറെഡി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ കുറച്ച് ബെറ്റർ ആണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ. നമ്മൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം. എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒരു സുഖമല്ല. ആരാ മുഹാസിറൊക്കെ അല്ല അവിടെ? അന്വേഷാൻ സാറേ നമുക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് അറിയാത്തോണ്ട്. ഐഡിയ ഉണ്ടാക്കാൻ പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ മ്യൂട്ട് ആക്കണമെന്ന് പറയാം. ഓക്കെ ഓക്കെ. പിന്നെ ഇനി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സെക്ഷൻ ഇതിലെ ലെഫ്റ്റ് ടോപ്പിൽ ഫസ്റ്റ് കാണുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി എന്തായി, ഈ സൈഡിൽ ഉണ്ടായിരുന്ന ലിസ്റ്റ് പോയി അല്ലേ. ആ ലിസ്റ്റ് ആക്റ്റീവ് ചെയ്യാനും ഡീആക്റ്റീവ് ചെയ്യാനുമുള്ള ബട്ടണാണ് ഇത്. ഇത് ഡീആക്റ്റീവ് ചെയ്യേണ്ട ആവശ്യം എന്താ അറിയോ? ഇത് ഡീആക്റ്റീവ് ചെയ്യേണ്ടി എന്താ, നമുക്കിപ്പോൾ ഒരു സ്ക്രീന് വലുതായിട്ട് കാണണം, നല്ല സൈസിൽ കാണണം. അപ്പം മാക്സിമം ഏരിയ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം അല്ലേ. അത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, ഇത് നമുക്ക് ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഇവിടെ R+ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. R+ ക്ലിക്ക് ചെയ്യുക, സോറി L+ ക്ലിക്ക് ചെയ്യുക. L+ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീന് മൊത്തത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷൻസ് തിരിച്ച് കയറി വരും. ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്ഷനും തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ അതാണ് ലിസ്റ്റ് എന്നുള്ളതും. അതേപോലെ L+. ഓക്കെ, R+ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി, റൈറ്റിലുള്ള സാധനം പ്ലസ് ആയി വരും. ഉണ്ടോ, റൈറ്റിൽ എന്താണോ ഉള്ളത് അത് മാത്രം ഇങ്ങോട്ട് കയറി വരും. അത് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തന്നെ പോയി അല്ലേ. ലെഫ്റ്റിലുള്ള ഇതാണെന്ന് ഈ സ്കീമാറ്റിക്സ് ബിറ്റ് മാപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ L+ ക്ലിക്ക് കഴിഞ്ഞാൽ ലെഫ്റ്റിലുള്ളത് മെയിനായിട്ട് വരും, പ്ലസ് ആയിട്ട് വരും. ലെഫ്റ്റിലുള്ളതിന് നമുക്ക് പ്ലസ് ചെയ്ത് കാണാൻ പറ്റും, അതായത് സൂം ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ട് ഓപ്ഷൻസ്. പിന്നുള്ളത് സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ റിയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. റിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസിൻ്റെ ഒരു ഇമേജ് വ്യൂ കിട്ടും, കറക്റ്റ് HD ഇമേജ് വ്യൂ കിട്ടും. ഓക്കെ, ഇമേജ് വ്യൂ ചില സമയം ഉപകാരമാണ്. നമുക്ക് ചില ഐസിൻ്റെ നമ്പറൊക്കെ മയഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ബോർഡിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് ഐസിൻ്റെ നമ്പർ എടുക്കാൻ പറ്റും അല്ലേ. പവർ ഐസിൻ്റെ സ്റ്റിക്കർ ചിലപ്പം പോരല്ലേ, മേലുള്ള കോട്ടിങ് ചിലപ്പോൾ പോവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ കറക്റ്റായിട്ട് ഇവിടുന്ന് റീഡ് ചെയ്യാൻ പറ്റും. ചില ഐസിൻ്റെ ഡോട്ട് എവിടെയെന്ന് ഒന്ന് റീകൺഫേം ചെയ്യാൻ പറ്റും അല്ലേ, ഐസിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമേജ് വ്യൂ തരുന്നുണ്ട്. ഇമേജ് വ്യൂ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഐസിമ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇമേജ് വ്യൂ മാറിയിട്ട് ബിറ്റ് മാപ്പിലേക്ക് തന്നെ പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വേറൊരു ചിപ്പ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ ഇമേജ് വ്യൂയിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് റിയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് ബോർഡിൻ്റെ റിയൽ വ്യൂ അല്ലേ, അതിൻ്റെ ഒറിജിനൽ വ്യൂ ആണ് കാണിക്കുന്നത്. മൂന്നാമത്തത് നോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലുള്ള എൻ്റയർ ചിപ്പുകളുടെ നെയിം കൊടുത്തിട്ടുണ്ടാവും, ടേം നെയിം അല്ലെങ്കിൽ ഐസികൾ എന്തൊക്കെ ഫങ്ഷനാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചിപ്പുകൾ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തതെന്ന് അറിയാനുണ്ടാവില്ല. പിന്നെ ചില മോഡലുകളിൽ പുതിയതായിട്ടൊരു ഐസി ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, വേറെ ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലിങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ മോഡലൊക്കെ ബോർഡുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഐസികളാണ് എവിടെയൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതുമ്മേ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട്സ് തിരിച്ചു പോകും. റിയലിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നോർമൽ വ്യൂയിലേക്ക് തന്നെ വരും, ബിറ്റ് മാപ്പിൻ്റെ വ്യൂയിലേക്ക് തന്നെ വരും.
ഓക്കെ. പിന്നെയുള്ള ഓപ്ഷൻസ് വോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് അത് ആക്റ്റീവ് അല്ല ഓൾറെഡി. പിന്നെ റെസിസ്റ്റ് എന്ന് പറഞ്ഞത് നമുക്കൊരു ഐസിൻ്റെ GR നോക്കുന്ന സമയത്ത്, ആക്ച്വലി GR നോക്കുന്ന സമയത്ത് ഇവിടെ പിന്ന് നമ്പർ ഉണ്ട്, അതേപോലെ GR ഉണ്ട്, അതേപോലെ നെറ്റ് നെയിം ഉണ്ട്, അല്ലെങ്കിൽ പിൻ നെയിമും ഉണ്ട് അല്ലേ. ഇത് മൂന്നും കൂടി കിടക്കുന്നതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ റെസിസ്റ്റ് മാത്രം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മാത്രമായിട്ട് കാണിക്കും, അതായത് ഡയോഡ് റീഡിങ് മാത്രം കാണിക്കും. ഈ റെസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി യൂണിവേഴ്സലായിട്ട് എന്താണ്, ഡയോഡ് റീഡിംഗ് ആണ്. അതുകൊണ്ട് ഡയോഡ് റീഡിങ് മാത്രമായിട്ട് കാണിക്കും ഏത് ചിപ്പായാലും. അതായത് ഈ ZX-ൽ എല്ലാവരും പറയുന്നത് ZX-ലാണ് GR നോക്കാൻ എളുപ്പം, അതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലല്ലേ സാധാരണ കാണിക്കല്. അപ്പം JC-ൽ അത് അങ്ങനെ കാണുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ആൾക്കാർക്ക്. ഓൾറെഡി ഇങ്ങനെയല്ല ഉണ്ടാവുക. അപ്പം അത് നിങ്ങൾക്ക് വൈറ്റ് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റെസിസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് GR നോക്കിയാൽ മതി. കുറച്ചും കൂടി ബെറ്റർ ആയില്ലേ, മറ്റേ വാല്യൂൻ്റെയും കുറച്ചുകൂടി ഉഷാറായിട്ട് തന്നെ കാണാം. NC ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. ഗ്രൗണ്ട് പിന്നെ ഗ്രേ കളറാണ് വരിക. അതാണ് റെസിസ് എന്ന് പറഞ്ഞ ഈ ഒരു പിന്നെ നിങ്ങൾക്ക് NC വേണമെങ്കിൽ ഒഴിവാക്കാം, ഗ്രൗണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. അത് രണ്ടും എപ്പോഴും ആക്റ്റീവിൽ തന്നെയാണ് വേണ്ടത്. ഓക്കെ. പിന്നെ സ്വിച്ച് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, A സൈഡ് മാത്രമാണ് കാണിക്കുന്നുണ്ടെങ്കിലാണ് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വരിക. ബിയിലേക്ക് സ്വിച്ച് ചെയ്യുക, എയിലേക്ക് സ്വിച്ച് ചെയ്യുക. AB വ്യൂ, ഓൾറെഡി AB വ്യൂവിലാണ് ഇത് ഉള്ളത്. ഓക്കെ. അതേപോലെ A സൈഡ് B സൈഡ് രണ്ടും വേറെ വേറെ കാണാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സൂം ചെയ്ത് കുറേ അങ്ങ് സൂം ചെയ്ത് ഇനി ഇതിനെ സൂം ഔട്ട് ചെയ്ത് കൊണ്ടുവന്നതിന് പകരം ഇവിടെ F വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഫിറ്റ് വ്യൂ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ഓക്കെ. നന്നായിട്ട് സൂം ചെയ്തതിന് ശേഷം ഒറ്റ ക്ലിക്ക് നിങ്ങൾക്ക് തിരിച്ച് പോകുന്നുണ്ട് F വ്യൂ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ. ഫുൾ ഡിസ്പ്ലേ, ഫിറ്റ് വ്യൂ എന്നാണ് ശരിക്കും പറയാം, ഫിറ്റ് വ്യൂ. പിന്നെ ഉള്ളത് റൊട്ടേഷനാണ്, റൈറ്റും ലെഫ്റ്റും റൊട്ടേറ്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ സൂം നമ്മൾ മൗസ് കൊണ്ട് സ്ക്രോൾ ചെയ്താലും മതി, അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ സൂമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ. ഇനിയിപ്പം നമ്മളൊരു CPU-ൻ്റെ ഒക്കെ CPU-ൻ്റെ പിന്നുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏത് പ്രിൻ്റാണ് ഡാമേജ് ആയതെന്ന് അറിയണമെങ്കിൽ, ഒരു പ്രിൻ്റ് പോയിട്ടുണ്ട് അപ്പം എത്രാമത്തെ പിന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ മിറർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, മിറർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഐസിയിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ബിറ്റ് മാപ്പിൽ ഇപ്പോൾ കാണിക്കുന്നത് IC തല തിരിച്ച് വെച്ച രീതിയിലായിരിക്കും. ഓക്കെ. ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, GR ചെക്ക് ചെയ്യാം. GR അല്ല, പിന്നുകളൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് എന്താണ്, ഒരു പിന്ന് നെക്സ്റ്റ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അല്ലേ, എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് 1 by 1 ആയിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് കാണാൻ പറ്റും. റിവ്യൂ ബാക്കൗട്ട്. ഓക്കെ. സാധാരണ നമ്മൾ ZX-ൽ നെക്സ്റ്റ് അടിക്കുന്ന അതേ സംഭവം തന്നെയാണ് ഇവിടെ. പിന്നെ L+, R+ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലെഫ്റ്റും റൈറ്റും ഇതാവുന്നത് ആ ഓപ്ഷന്, റൈറ്റിൽ ആ മെനു പോകുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഈ ടോപ്പ് ഇൻ്റർഫേസിൽ വരുന്നത്. പെയിൻറ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ഉപകാരമാണ്, ഇങ്ങനെ വരയ്ക്കാനും എഴുതാനും ഒക്കെ. ഇവിടെ പെൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെൻസിലെടുത്തിട്ട് ഇവിടെ എഴുതിയൊക്കെ ചെയ്യാം. സ്മാർട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്ന സിസ്റ്റത്തിലാണെങ്കിൽ പെന്നുകൊണ്ട് നല്ല വൃത്തിക്ക് എഴുതാനൊക്കെ പറ്റും. ഇവിടെ സ്ക്രീൻഷോട്ട് എടുക്കാനും എഴുതാനും കാര്യങ്ങളൊക്കെ പറ്റും. അത് എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ. അപ്പം അത്രയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്, മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇനിയുള്ളത് നമ്മളെ ഈ റൈറ്റ് സൈഡിൽ വരുന്ന കുറച്ച് ഫങ്ഷൻസ് ആണ് പറയാനുള്ളത്.
വോയിസ് ഒക്കെ കേൾക്കുന്നില്ലേ? കറക്റ്റ് അല്ലേ ഗൈസ്? ആരും വോയിസ് അൺമ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് ചിലപ്പം ലൈനിലുണ്ടോയെന്ന് അറിയില്ല. മുമ്പൊരു തവണ ക്ലാസ് എടുത്തപ്പം ഒരു അരമണിക്കൂറോളം എന്താണ് എൻ്റെ വോയിസ് ഔട്ടാവാതായി. എൻ്റെ വോയിസ് ശരിക്കും റെക്കോർഡ് ആവുന്നില്ലായിരുന്നു. പക്ഷെ ആൾക്കാർ എന്ത് ചെയ്യാണ്, സ്ക്രീനിൽ നോക്കി നിൽക്കുകയാണ്. സൗണ്ട് നിന്ന് പോയിട്ടുണ്ട്, അവർ പറയണ്ടേ. ഓക്കെ. കേൾക്കാൻ കുഴപ്പമില്ല സാർ. ചില സമയം എന്താ വെച്ചാൽ ചിലപ്പം ഇന്റർനെറ്റ് ഡിസ്കണക്ട് ആയി പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ മൈക്ക് ചിലപ്പോൾ സ്വിച്ച് ആയി പോവും. മൈക്ക് വേറെ മൈക്കിലേക്കോ കമ്പ്യൂട്ടറിൻ്റെ മൈക്കിലേക്കൊക്കെ മാറിപ്പോവും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്ച്വലി ജെസിയിലെ മെയിൻ ഫങ്ഷൻസ് ആണ് ഇനിയുള്ളത്. ഇത്രയും നമ്മൾ പറഞ്ഞൊക്കെ ഏകദേശം കോമൺ ഫങ്ഷൻസ് ആണ്. മെയിൻ ഇതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ മെനുകളാണ് ശരിക്കും. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്താണ്? സ്കീമാറ്റിക്സ് ആണ്. അതായത് സ്കീമാറ്റിക്സ് ഓൾറെഡി ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആണ്. അപ്പം നിങ്ങൾക്ക് ഒരു മോഡലിൻ്റെ ഒരു പിന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനെ നേരിട്ട് അതിനെ സ്കീമാറ്റിക് വ്യൂ കാണിച്ചു തരും. ആക്ച്വലി സ്കീമാറ്റിക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ കമ്പോണൻറ്റിൻ്റെ വാല്യൂം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. കണ്ടില്ലേ? കറക്റ്റ് വാല്യൂ, അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണോ ബിറ്റ് മാപ്പിൽ ക്ലിക്ക് ചെയ്യുന്നത്, ആ ക്ലിക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ആ സ്ഥലം, ആ പിന്ന്, അതിൻ്റെ ഏരിയ കറക്റ്റായിട്ട് കാണിച്ചു തരും. ഓക്കെ, ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിലാണ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പോണൻറ്റ് കാണിച്ചു തരും. ആ കമ്പോണൻറ്റിൻ്റെ വാല്യൂ കാര്യങ്ങൾ കാണിച്ചു തരും. കണ്ടോ? ഇനി ഈ ഒരു കമ്പോണൻറ്റ് ഇവിടെ ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും അതുവരെ കറക്റ്റായിട്ട് കാണിച്ചു തരും. ആവശ്യമില്ലാത്ത കമ്പോണൻറ്റ് ഉണ്ടാവുമോ? ചില കമ്പോണൻറ്റ് നിങ്ങൾ ബോർഡിൽ ശ്രദ്ധിച്ചില്ലേ, ഈ സോൾഡർ പാഡ് മാത്രം ഉണ്ടാവും. ചില റെസിസ്റ്ററുകളൊക്കെ സോൾഡർ പാഡ് മാത്രമായിട്ടുണ്ടാവും. അതായത് അവിടെ ശരിക്കും കമ്പോണൻറ്റ് ഉണ്ടാവില്ല. പക്ഷെ ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ലെഡ് പിടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ അവിടെ കമ്പോണൻറ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പം അത് ആ ബോർഡിൽ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വരെ ഇതിൽ കാണിച്ചു തരും. ഇവിടെ നോട്ട്സിൽ താഴെ നോ സ്റ്റഫ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ സ്കീമാറ്റിക്സ് ആണ്. നമുക്ക് ZX ഒന്നും ഇതേപോലെ സിമ്പിളായിട്ട് സ്കീമാറ്റിക്സ് ലോഡായി വരില്ല. ഓക്കെ, അപ്പോൾ സ്കീമാറ്റിക്സ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഇവിടെ കിട്ടാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് കൊടുത്തത്, സ്കീമാറ്റിക്സ് എന്നുള്ള ഇത്. പിന്നെ അടുത്ത വരുന്ന ഓപ്ഷന് ജോയിൻ എന്നുള്ള ഓപ്ഷനാണ്. ജോയിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നാൻഡിൻ്റെ ഒരു പിന്നിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് കമ്പോണൻസ് എഴുതി കാണിക്കുന്നുണ്ട്. കപ്പാസിറ്ററുകൾ തന്നെ ഉണ്ട്, ഒരു 10-12 എണ്ണം. പിന്നെ ഒരു FL ഉണ്ട്, U3000 ഉണ്ട്, U3300 ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണലി കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന കമ്പോണൻസുകളാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണിക്കുന്ന ഇത്രയും കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ആണ്. ഈ സൈഡും കപ്പാസിറ്റേഴ്സ് ഒരുപാടുണ്ട്. പിന്നെ ഒരു FL ഉണ്ട് 3023, അതിവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? 3023. പിന്നെ U3000 എന്ന് പറയുന്നത് ഒന്ന് ഇത് തന്നെയാണ്, ഇത് NAND ആണ്, U3000 ആണ്. പിന്നെ ഒന്ന് U3300. U3300 ഏതാണ്? കണക്ഷൻ എവിടുന്നാണ് വരുന്നത്? പവർ IC അല്ലേ, വോൾട്ടേജ് ലൈൻ അല്ലേ. അപ്പോൾ പവർ ICയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നതിന് പകരം ജോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണക്ഷൻ എവിടെയൊക്കെ പോകുന്നുണ്ട് എന്ന് കാണിച്ചു തരും. ചിലപ്പോൾ നമ്മൾ A സൈഡും B സൈഡും ഒക്കെ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കണക്ഷൻ നിങ്ങൾക്ക് പക്ക കൺഫേം ചെയ്യാൻ പറ്റും, ഇത്രയും സെക്ഷനുകളിൽ പോകുന്നുണ്ട് എന്നുള്ള കാര്യം, ഡയറക്റ്റ്ലി ഇത്രയും സെക്ഷനിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ പറ്റും. FL കഴിഞ്ഞിട്ടുള്ള കാര്യം വേറാണ്, അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ FLൻ്റെ ഭാഗം ഏതൊക്കെ ഭാഗത്തേക്ക് പോകുന്നുണ്ടെന്ന് കാണിക്കുള്ളൂ. ഐ തിങ്ക് യെസ്. ഓക്കെ, അപ്പോൾ ജോയിന്റ് മനസ്സിലായില്ലേ? ജസ്റ്റ് കണക്റ്റഡ് ആയി കിടക്കുന്ന പാർട്ടുകളെ നെയിം ഇവിടെ കാണിച്ചു തരും.
ക്ലിയർ ആണോ? ഓക്കെ അടിക്കുകയാണ്, അടുത്ത സെഷനിലേക്ക് പോകാം. അടുത്ത ഫംഗ്ഷൻ കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, പിന്നുള്ള ഫീച്ചറാണ് ER എന്ന് പറഞ്ഞ ഫീച്ചർ. ഇതിൽ ഇവിടെ എഴുതി എന്താ, ഡബിൾ ക്ലിക്ക് ടു എൻ്റർ യുവർ ഓൺ റെസിസ്റ്റൻസ് വാല്യൂ ഡിസ്പ്ലേഡ് ഇൻ ഗ്രീൻ ആൻഡ് സേവ് ഇറ്റ് ഇൻ ക്ലൗഡ്. ആക്ച്വലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയം ഇപ്പോൾ JC ഡ്രോയിങ്ങിന് തന്നെ ചിലപ്പോൾ എന്ത് പറ്റാം, മിസ്റ്റേക്ക് പറ്റാം. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പം 566 അല്ലേ കൊടുത്തിട്ടുള്ള GR. അപ്പോൾ ഈ GR നിങ്ങളെ ബോർഡിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 400 ആണെന്ന് വിചാരിക്കാം. നിങ്ങൾ വേറൊരു ബോർഡുമായിട്ട് കമ്പയർ ചെയ്ത് അപ്പയും 400 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ എന്താണ്, JC എടുത്തിട്ടുള്ള വാല്യൂ കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം അതിനെ നമുക്ക് മാറ്റാൻ പറ്റും, അതിനുള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നാൻഡിൻ്റെ GR എടുക്കുന്നത് വിചാരിച്ചോ, നാൻഡിൻ്റെ GR ആണ് എനിക്ക് ഈ 566 മാറ്റിയിട്ട് എന്താക്കണം, 400 ആക്കണം. അപ്പം ഞാൻ ഈ പിന്നുമ്മലല്ല ക്ലിക്ക് ചെയ്യുക, ഈ പിന്നിൻ്റെ ഗ്യാപ്പിൽ ഇവിടെയുള്ള ഈ സ്പേസില്ലേ, ഈ സ്പേസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ എന്ത് വരും, ഈ നാൻഡിൻ്റെ GR ഇവിടെ എഴുതി കാണിക്കും. അതിൽ B11 അല്ല നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ B11 സൂം ചെയ്യാം. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈറ്റ് സ്ക്രീൻ വരും. ഇവിടെ നമുക്ക് എത്രയിലാക്കും GR കറക്റ്റ് എത്രയിലൊക്കെ മാറ്റേണ്ടതുണ്ടെങ്കിൽ അവിടെ അടിച്ചു കൊടുക്കുക. എനിക്ക് 400ലേക്കാണ് മാറ്റേണ്ടത്, B11 400 അടിച്ച് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ 400 ആയി. GRൻ്റെ ആ ഒരു കളറ് മാറിയിട്ട് പച്ച കളറായി അല്ലേ, പച്ച കളറായിട്ടുണ്ട്. പച്ച കളറ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ എഡിറ്റ് ചെയ്ത പിന്നാണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തൊന്ന് തുറന്ന് നോക്കാം. iPhone 13 B11 ഓക്കെ. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ സ്കീമാറ്റിക്സ് തുറക്കുകയാണ്. ഇപ്പോൾ B11 എത്രയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, 500 സംതിങ് അല്ലേ. ഇപ്പോൾ അത് എത്രയായി, 400 ആയി. ഇപ്പോൾ ഗ്രീൻ കളർ അല്ലേ, ദാറ്റ് മീൻസ് നിങ്ങളിതിനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നർത്ഥം അല്ലേ. ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു കേസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നിങ്ങളെ ഫീൽഡിനെ ഫോക്കസ് ചെയ്ത് കാണുന്ന ആൾക്കാരായിരിക്കണം. നിങ്ങൾ 2 ബോർഡ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് JC കണ്ടുപിടിച്ച GR മിസ്റ്റേക്ക് ആണ് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ശരി. ഇത് അവരെ സംബന്ധിച്ച് അവർക്കിതൊരു ഇൻപുട്ടാണ്, ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ സ്കീമാറ്റിക്സ് ക്രോസ് ചെക്ക് ചെയ്യും, ആ ഒരു ബോർഡിൽ വീണ്ടും ചെക്ക് ചെയ്യും. എന്നിട്ട് അവരിതിനെ പെർമനൻറ്റിലേക്ക് മാറ്റും. ആക്ച്വലി ഇപ്പം നിങ്ങളത് മാത്രമാണ് മാറിയിട്ടുള്ളത്, നിങ്ങളുടെ ലോഗിനിൽ മാത്രമാണ് ഈ ഒരു മാറ്റം ഉണ്ടാവുക. പിന്നെ അവരെന്ത് ചെയ്യും, ഇതിനെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു ഫീച്ചർ ഇതിൻ്റെ അകത്തുണ്ട്. ER എന്നാണ് കൊടുത്തത് കേട്ടോ, ER. അപ്പം നിങ്ങൾ, എനിക്കിപ്പോൾ ഇത് മാറ്റണം അല്ലേ, B11 ആദ്യം എത്ര ഉണ്ടായിരുന്നു, 500 സംതിങ് അല്ലേ, 568 ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് തന്നെ മാറ്റി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് അപ്ഡേറ്റ് ആയി കണ്ടോ. അപ്പോൾ ഇതാണ് ER എന്ന് പറഞ്ഞ ഓപ്ഷന്. നെക്സ്റ്റ് ഡിറ്റക്റ്റ്. ഡിറ്റക്റ്റ് എന്ന് പറഞ്ഞത് ഇത് JCൻ്റെ ചില ഡിവൈസുകൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ചില ടൂളുകൾ ഉണ്ട് അവരെ, അത് കണക്ട് ചെയ്യാനുള്ള സാധനമാണ്. പിന്നുള്ളത് ക്രാഷ് എന്ന് പറയുന്നത്
നമ്മൾ നേരത്തെ പറഞ്ഞ ക്രാഷ് അനാലിസിസിൻ്റെ ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്തും കൊടുത്തിട്ടുണ്ട്. സെയിം സംഭവം തന്നെ. ക്ലിക്ക് ചെയ്യുമ്പോൾ പാനിക് റിപ്പോർട്ടും അതിൻ്റെ റിസൾട്ടും വരും, എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും വരും. പിന്നുള്ളത് ഫോൾട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത മോഡലിന് വരാവുന്ന കംപ്ലൈൻറ്റുകൾ, അതേപോലെ അതിൻ്റെ ഓരോ സെക്ഷൻസിൻ്റെ സർക്യൂട്ട്, പിന്നെ കോമൺ സർക്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കോമൺ സർക്യൂട്ടാണ് ആദ്യം കൊടുത്തത്. കോമൺ സർക്യൂട്ടിൽ പവർ ബട്ടണിൻ്റെ സർക്യൂട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഡിവൈസിൻ്റെ പവർ പിൻ ഏതാണെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ഇവിടാണ് ബൂട്ട് ചെയ്യേണ്ടത്. ബട്ടൺ സൈഡ് കണക്ഷൻ, അപ്പോൾ അത് ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ബൂട്ട് ചെയ്യാൻ പവർ പിൻ അറിയില്ല എന്നുണ്ടെങ്കിൽ JC തന്നെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പവർ ബട്ടൺ എന്നുള്ള ഫസ്റ്റത്തേൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, കോമൺ സർക്യൂട്ടിൽ. അതേപോലെ ബട്ടൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വേറെയും കൊടുത്തിട്ടുണ്ട്. വോളിയത്തിൻ്റെ സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്, വോളിയം മൈനസ്, വോളിയം പ്ലസ്, മ്യൂട്ട്. അപ്പോൾ ഇതൊക്കെ ഈ സെക്ഷനാണ് ഇപ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്തതെന്നുണ്ടെങ്കിൽ ഒരുപാട് കണക്ടേഴ്സ് ഇല്ലേ. അപ്പോൾ വോളിയത്തിൻ്റെ പിന്നെ ഏത് കണക്ടർ ത്രൂ ആയിരിക്കും പോകുന്നതെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തപ്പി നടക്കണമെന്നില്ല, ഡയറക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ബട്ടൺ സർക്യൂട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ആ ഒരു സെക്ഷനിലേക്ക് പോവാം. അതേപോലെ ഇയർ സ്പീക്കർ സർക്യൂട്ടിൽ റിസീവർ ഔട്ട്പുട്ട് സിഗ്നൽ വോൾട്ടേജ്, നെഗറ്റീവ് വോൾട്ടേജ്. ഓക്കെ, സ്പീക്കർ സർക്യൂട്ട് എന്ന റിംഗറിൻ്റെ സർക്യൂട്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു IC ഇതിൻ്റെ ഓഡിയോ ആമ്പ് ഏതാണെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓഡിയോ ആമ്പ് ഏതായിരിക്കും എന്ന് ഉറപ്പിക്കാം. അതായത് ഇവിടുന്ന് കണക്ഷൻസ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചിപ്പിലേക്കാണ് പോകുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഓരോ സെക്ഷൻസും പെട്ടെന്ന് ചാർജിങ് സർക്യൂട്ട്. ഇപ്പോൾ ചാർജിങ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ബസ് വോൾട്ടേജ് എല്ലാ സംഭവവും കൊടുത്തിട്ടുണ്ട്. അതായത് ഒറ്റയടിക്ക് നമ്മൾ ഇതിൻ്റെ ഫോൾഡറുമ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചാർജിങ് സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഇത് പോകുന്നുണ്ട്. USB IC, ചാർജിങ് IC, കണക്ടേഴ്സ്, ബാറ്ററിയിൽ നിന്ന് വരുന്ന ഇതുവരെ ഏത് സെൻസിങ് ലൈൻ അടക്കം. ഓക്കെ, 13 I2C ആണ്. I2C അടക്കം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡിസ്പ്ലേ ടച്ച്, ഫ്രണ്ട് ക്യാമറ. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെ പാർട്ട് നോക്കേണ്ടി വരും എന്നൊരു സംശയം ഉണ്ടാവില്ലേ, അതിവിടെ സോൾവ് ആയി. അതായത് ഏതൊക്കെ ക്യാമറൻ്റെ കണക്ടേഴ്സ് വരുന്നത്, ക്യാമറയായിട്ട് റിലേറ്റ് ചെയ്ത കണക്ടേഴ്സും ഡയറക്റ്റ് ഫ്രണ്ട് ക്യാമറ കണക്ട് ചെയ്യുന്ന പിന്നുകളും, അതേപോലെ ക്യാമറ IC ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, CPU വരെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് CPUക്കും അതുമായിട്ട് ബന്ധമുണ്ട്. മീൻസ് I2C കാര്യങ്ങളൊക്കെ കൺട്രോൾ ലൈനൊക്കെ CPU എന്നല്ലേ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി കോമൺ സർക്യൂട്ട് എന്നുള്ളതിൽ അവർ കൂടുതൽ ഡെവലപ്പ് ചെയ്തില്ല. കോമൺ കംപ്ലൈൻറ്റിൽ ശരിക്ക് നമുക്ക് നോർമലി കൂടുതലും വരുന്ന കംപ്ലൈൻറ്റുകൾ ഉണ്ടല്ലോ, ഏത് സെക്ഷനെ കൊണ്ടാണ് അത്, ഏത് കമ്പോണൻറ്റിനെ കൊണ്ടാണ് എന്നുള്ളതൊക്കെ കൊടുക്കണം. അങ്ങനെ അവർ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സർക്യൂട്ട് നമുക്കിപ്പോൾ ഓഡിയോ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ എവിടെയൊക്കെ വരുന്നുണ്ടോ അത് വൈഫൈ ചിലതൊന്നും അപ്ഡേറ്റ് ചെയ്തില്ല കേട്ടോ. ഇതിൻ്റെ ഡെവലപ്പിങ്ങിലാണ് ഈ സംഭവങ്ങളൊക്കെ. പഴയ മോഡലോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് ഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഇത് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു സെക്ഷനിൽ ഇപ്പം ചാർജിങ് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ചാർജിങ് ICയും ഏതൊക്കെ ICകൾ നോക്കണം എന്നുള്ള ഐഡിയ എങ്കിലും കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണ്. പിന്നുള്ളത് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പാർട്ട് ക്വയറി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ്. പാർട്ട് ക്വയറി ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, നിങ്ങൾക്ക്
ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഐ സി, ഇപ്പോൾ ഞാൻ ഈ ഒരു ഐ സിയിൽ ക്ലിക്ക് ചെയ്തത് ഏതാ, പവർ ഐ സി. ഈ പവർ ഐ സി ഇവിടെ പാർട്ട്, ക്വയറി പാർട്ട് എന്നുള്ള സെക്ഷൻ ആയിരിക്കണം. ഇതിൽ 2 സെക്ഷൻ ഉണ്ട്. ക്വയറി പാർട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരിക. എന്നിട്ട് ഏതാണോ ഐ സി നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ഐ സിമ്മ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. ദെൻ ക്വയറി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാർട്ട് ക്വയറിനെ കുറിച്ചാണ് പറഞ്ഞത്. പാർട്ട് ക്വയറി ആക്ച്വലി ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിവൈസിലെ ചിപ്പ് അല്ലെ ഒരു കമ്പോണൻറ്റ് വേറെ എവിടെ കിട്ടുക എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ZXWയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, പാർട്ട് BOM എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി അതിന് പകരമുള്ള JCL ഓപ്ഷനാണിത്. ഇപ്പം നമ്മളിവിടെ പാർട്ട് ടൈപ്പ് IC ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ IC നിങ്ങൾക്ക് പോയിട്ട് സെലക്ട് ചെയ്യുക ഏത് IC ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ ഈ IC ആണ്, ഈ IC ക്ലിക്ക് ചെയ്തു. അപ്പോൾ തന്നെ ഇവിടെ ഒരു നമ്പറും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി ഞാൻ ഇവിടെ ക്വയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, അപ്പോൾ താഴെ ലിസ്റ്റ് ചെയ്തുണ്ടോ, ഇത്രയും മോഡലുകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ IC റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇത്രയും മോഡലുകളിൽ ഈ സെയിം IC വരുന്നുണ്ട്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വേറെ എവിടെയും പോയി ഗൂഗിളിലൊന്നും പോയി തപ്പണ്ട. ഓൾറെഡി ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഐഫോൺ XSൻ്റെ USB IC ആണിത്. ഏതൊക്കെ മോഡൽ സപ്പോർട്ടഡ് ആണ്? 11 Pro 11 സീരീസ് ഒക്കെ സപ്പോർട്ടഡ് ആണ് അല്ലേ. X വരെ സപ്പോർട്ടഡ് ആണ്, 8 വരെ സപ്പോർട്ടഡ് ആണ് അല്ലേ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ICകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പാറ്റിബിലിറ്റി പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ചെയ്യേണ്ടത് എന്താണ്, പാർട്ട് ക്വയറി എന്ന ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. ആദ്യം നിങ്ങൾ സ്കിമാറ്റിക്സ് ഏതാണോ, ഏത് മോഡലാണോ അത് ചൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പാർട്ട് ക്വയറി പോവുക, ഇവിടെ ക്വയറി പാർട്ടിൽ പോവുക. പിന്നെ ദെൻ IC ചൂസ് ചെയ്യുക. എന്നിട്ട് IC ഏതാണോ ആ ICമ്മ പോയി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ IC ആണെങ്കിൽ ഈ ICമ്മ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്പർ മാറി. ഇത് എന്ത് IC ആണ്, ഓഡിയോ ആമ്പാണ്. ദെൻ ക്വയറി കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റക്ക് ആവുന്നതിന് കാരണം എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, സൂം മീറ്റിങ്ങിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അല്ലാതെ അത്ര സ്റ്റക്ക് ആവാറില്ല. അല്ലെങ്കിൽ പിന്നെ നെറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഫോണ് ഫ്ലൈറ്റ് മോഡിലാണ്. ഫോണിൽ നിന്നാണ് നെറ്റ് സാധാരണ എടുക്കൽ, കുറച്ചും കൂടെ ബെറ്റർ ഫോണിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത്. ക്വയറി പാർട്ട് IC, ദെൻ ഈ ഒരു ചിപ്പാണെങ്കിൽ സെലക്ട് ചെയ്തു, ക്വയറി അടിച്ചു. ഇപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്, ഇവിടെ ഇത് XSൽ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. XS മാത്രമാണ് സപ്പോർട്ട് എന്നാണ് കാണിക്കുന്നത്. അതേപോലെ വേറൊരു ചിപ്പ്, ഇതും XS മാത്രമാണ് കാണിക്കുന്നത്. ഈ ഒരു IC ഇത്രയും മോഡൽ സപ്പോർട്ടഡ് ആണ്. ഏതാണ് IC? ട്രൈഗൾ അല്ലേ, ഫേസ് ഐഡിൻ്റെ ചിപ്പ്. അപ്പോൾ അത് ഇത്രയും മോഡലിൽ സപ്പോർട്ടാണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ICകളെ കോമ്പാറ്റിബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ നേരത്തെ ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പം കണക്ഷൻ മാത്രം സെലക്ട് ആയി. അങ്ങനെ സെലക്ട് ആയാൽ പോരാ, ആ ഒരു ചിപ്പ് സെലക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈ പിന്നിൽ ക്ലിക്ക് ചെയ്യരുത്, പിന്നിൻ്റെ ഗ്യാപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫ്രെയിം സെലക്ട് ആവും, ഇങ്ങനെ ബ്ലൂ കളറിൽ വരും. ആ സമയത്ത് നിങ്ങൾക്ക് ക്വയറി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് അഗെയിൻസ്റ്റ് ഒക്കെ ജസ്റ്റ് കാണുന്നില്ലേ. ക്വയറി പാർട്ട് ക്വയറി ആണ് പറഞ്ഞത്. പാർട്ട് ക്വയറി തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഇവിടെ വന്നിട്ട് ICക്ക് പകരം റെസിസ്റ്റർ, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റി, അതായത് ഒരു കപ്പാസിറ്റർ പോയിട്ടുണ്ട്, ആ കപ്പാസിറ്റർ വേറെ ഏതാ ബോർഡിലാണ് സെയിം കപ്പാസിറ്റർ ഉണ്ടാവുക നോക്കണം. ജസ്റ്റ് പോയിട്ട് ക്ലിക്ക് ചെയ്യുക അല്ലേ. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അതായത് പാർട്ട് ഇൻഫർമേഷൻ ഇൻപുട്ട് പോവുക, ദെൻ അതിൻ്റെ വാല്യൂ 15 UF ആണ്, അതേപോലെ 6.3 വോൾട്ട് ആണ്. അത് ക്വയറി പാർട്ട് പോയിട്ട് അടിച്ചു കൊടുക്കുക. 15 UF, വോൾട്ടേജ് എത്ര, 6.3. ദെൻ ക്വയറി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ മോഡലിൽ ഈ സെയിം കപ്പാസിറ്റർ വരുന്നുണ്ടെന്ന് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഇത് 12 ഇപ്പോൾ കാണിക്കുന്നുണ്ട്, 12 പ്രോയിലുണ്ട്. പിന്നെ ഇവിടെ നെക്സ്റ്റ് അടിക്കാണ്ട് അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ XS മാക്സിലൊക്കെ ഉണ്ട് അല്ലേ.
അപ്പോൾ ഉദാഹരണം ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇത് 13 ആണ് ബോർഡ്, ഈ സെയിം കപ്പാസിറ്റർ നിങ്ങൾക്ക് എക്സസ് മാക്സ് എന്ന് കിട്ടണം. അപ്പോൾ എക്സസ് മാക്സ് നിങ്ങളുടെ കയ്യിൽ ബോർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുമ്മ ക്ലിക്ക് ചെയ്യുക, അതായത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ആ കമ്പോണൻറ്റിലേക്ക് പോകും. ആ സ്കീമാറ്റിക്സ് എക്സസ് മാക്സിൻ്റെ ബിറ്റ് മാപ്പ് ഓൾറെഡി ഓപ്പൺ ആയി, എന്നിട്ട് ആ കപ്പാസിറ്റർ എവിടെ ഉള്ളതെന്ന് കാണിച്ചു തരും. കണ്ടോ? ഇത് നമ്മളെ ZXWയിലൊക്കെ ഉണ്ടായിരുന്ന ഫീച്ചറിൻ്റെയിലും ഒന്നും കൂടി അടിപൊളി സെറ്റപ്പാണ്. നിങ്ങൾക്ക് ആ കമ്പോണൻറ്റിലേക്ക് പോകാനും പറ്റും. അപ്പോൾ ഈ പാർട്ട് ക്വയറി എന്ന് പറഞ്ഞ സാധനം തന്നെ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഇല്ല, അതുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് പോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ്. ആക്ച്വലി പോസ്റ്റ് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ്. ഇത് നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യല്ല ഈ ഒരു പരിപാടിനെ, കാരണം നമ്മളെ ഡയഗ്നോസിങ് മെത്തേഡുകളൊക്കെ ഒന്നും അല്ലാതായി പോകും. ഒന്നും അല്ലാതെ മീൻസ് അതിനൊന്നും പ്രത്യേകിച്ച് വാല്യൂ ഇല്ലാതെ നമ്മൾ എന്തോ പൊട്ടത്തരം കാട്ടുന്ന ഒരു രീതിയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാത്തത്. ആക്ച്വലി പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ കണ്ടീഷനിലുള്ള ഒരു ഡിവൈസ് മീൻസ് ബൂട്ടിങ് കംപ്ലീറ്റ് ബൂട്ട് ആവാത്തൊരു ഡിവൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ജേസിൻ്റെ ഏതെങ്കിലും ഡിവൈസുകൾ വെച്ചിട്ട് മീൻസ് JCID P15, P13, V1S Pro, ഇങ്ങനെയുള്ള V-Box ഇങ്ങനെയുള്ള ഡിവൈസ് ത്രൂ കണക്ട് ചെയ്യുക. അതിൻ്റെ പർപ്പിൾ മോഡൊക്കെ ആക്കാൻ വരുന്നൊരു കേബിളില്ലേ, ആ കേബിൾ ത്രൂ കണക്ട് ചെയ്തിട്ട് ഇതിൽ അപ്പോൾ ഡിവൈസ് ഇവിടെ കണക്ട് ചെയ്യുക, കണക്ട് കൊടുക്കുക, റീഫ്രഷ് ചെയ്യുക, അപ്പോൾ ഇവിടെ ഡിവൈസ് കാണിക്കും. ദെൻ കണക്ട് ചെയ്യുക, ഫോൺ എന്ത് ചെയ്യുക, ഫുൾ ബൂട്ട് ആവാത്ത ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ ഇവിടെ എന്ത് വരും, താഴെ ബൂട്ട് ലോഗ് കാണിക്കും. ബൂട്ട് ലോഗിൽ ഇവരെ നിയമപ്രകാരം ബൂട്ട് ലോഗിൽ എന്തെങ്കിലും ഫയൽസ് മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കേസ് ഇവിടെ കാണിച്ചു. ചിലപ്പോൾ ഒരു കണക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും I2C ലൈന് ഷോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും, വോൾട്ടേജ് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനത്തെ കേസൊക്കെ ആണെങ്കിൽ ഇവിടെ അത് കാണിച്ചു തരും. അപ്പോൾ അതൊരു ബ്ലൈൻഡ് റിപ്പയറിലേക്ക് പോകുന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇതൊക്കെ ശരിക്കും നമുക്ക് അഡീഷണൽ കാര്യമായിരിക്കണം. നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് പകരം ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കണം, അല്ലാതെ ബ്ലൈൻഡായിട്ട് റിപ്പയർ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി വർക്കിംഗ് ആണ്. ഞാനധികം ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനൊരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, iBoot പാനിക് എന്ന് പറയും. iBoot പാനിക് അത് മുമ്പ് panicfull.com എന്ന് പറഞ്ഞ സൈറ്റില്ലേ, അതിലൊക്കെ ഉണ്ട്. അതിൻ്റെ അല്ലാതെ തന്നെയുള്ളൊരു സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ JC ഡ്രോയിങ്ങിൽ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് JCൻ്റെ ഏതെങ്കിലും ഒരു മെഷീൻ വേണം, P15, P13, V1S Proയോ, അല്ലെങ്കിൽ V-Box. മുമ്പ് V-Box വാങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും. V-Box ആണ് പർപ്പിൾ മോഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ് V-Box. അപ്പോൾ അത് ത്രൂ ഒരു മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുക, ഫുൾ ബൂട്ട് ആവാത്ത സെറ്റുകൾ, അതായത് ബൂട്ടിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ഫോണുകളിൽ കണക്ട് ചെയ്താൽ അത് ചിലപ്പം ഫൈൻഡ് ചെയ്ത് കാണിച്ചു തരും. എല്ലാ ഡിവൈസും കറക്റ്റ് കാണിച്ചോളണമെന്നില്ല. ഏതെങ്കിലും സെക്ഷനുകളൊക്കെ അത് കാണിച്ചു തരികയാണെങ്കിൽ ഇവിടെ എഴുതി കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഏത് പാർട്ടാണെന്നും കാണിച്ചു തരും. അപ്പം നേരത്തെ നമ്മൾ പാർട്ട് ക്വയറി നോക്കിയ പോലെ തന്നെ അതിൻ്റെ ഇവിടെ കാണിച്ചു തരുന്ന റെഫറൻസ് പിന്നിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സെക്ഷനാണ് നോക്കേണ്ടതെന്ന് വരെ കാണിച്ചു തരും. അപ്പം അതൊരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് പോസ്റ്റ്. ഇനി അടുത്ത മെനു സിഗ്നലാണ്. സിഗ്നൽ മെനുവിൽ ഇവിടെ സബ് ഹെഡിങ് എന്താണ്, RFFE ബസ്സാണ് അല്ലേ. ആക്ച്വലി ഇതെന്താണ്, RFFE സ്കാനറാണ്. അതായത് നെറ്റ്വർക്ക് കംപ്ലൈൻ്റ് ഉള്ള സെറ്റുകൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോൾട്ട് ഫൈൻഡ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. നമ്മൾ സ്റ്റുഡൻസിനൊക്കെ കാര്യം അറിയാം. RFFE ബസ് അനലൈസർ എന്ന് പറഞ്ഞ ഒരു അഡാപ്റ്റർ നിങ്ങൾ വാങ്ങിക്കണം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി V1SCയോ അല്ലെങ്കിൽ V1S Proയോ നിങ്ങളുടെ കയ്യിൽ വേണം. അതാണ് ഇവിടെ ഡിവൈസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുക. നിങ്ങളത് കണക്ട് ചെയ്തിട്ട് റീഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ഇവിടെ ഡിറ്റക്ട് ചെയ്യും. അത് കണക്ട് കൊടുക്കുക. ദെൻ RFFE ലൈൻ ഏതാണ് നോക്കുക, RFFE 1ഓ 2ഓ 3ഓ. അതിന് ശേഷം അതിൻ്റെ SDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ, SCL എന്ന് പറഞ്ഞാൽ ക്ലോക്ക്. ഈ കണക്ഷൻസ് എനിക്ക് ജമ്പർ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ജമ്പർ എവിടെ അടിക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരും.
അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ആക്ടിവേറ്റ് ആവും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു RFFI ട്രാക്കിൽ ഏതെങ്കിലും കമ്പോണൻസ് ഡാമേജ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ കമ്പോണന്റ് നിങ്ങൾക്ക് റീബോൾ ചെയ്യുക അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുക ചെയ്യാം. അതാണ് സിഗ്നൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ സിഗ്നലിൽ തന്നെ ആൻഡ്രോയിഡിൻ്റെ RFFI ഇതും വരുന്നുണ്ട്. R-Box എന്നൊക്കെ പറഞ്ഞിട്ട് RFFI ടെസ്റ്റ് ചെയ്യുന്ന, അതുപോലെ I2C ടെസ്റ്റ് ചെയ്യുന്നൊക്കെ വരുന്നുണ്ട്. അതിന് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഇത്ര തന്നെയുള്ള ഫീച്ചേഴ്സ്. എത്രയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്? അപ്പോൾ തീരെ JC ഡ്രോയിങ് ഇതുവരെ യൂസ് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് എന്താണ്, ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് JC ഡ്രോയിങ് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇപ്പം നമ്മൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിരുന്നത് ZXW-നാണ്. പക്ഷേ ഇപ്പം കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, JC ഡ്രോയിങ് ഉപയോഗിക്കാം. കമ്പയർഡ് ടു ZX ഇതിന് വില കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ 3600 3800 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ ചില സമയത്ത് ഓഫർ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ ഓഫറും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം അവർക്കിത് ട്രാക്ക് കയറിയിട്ടുണ്ട് എന്ന് അറിയാം. അതുകൊണ്ട് ഇനി വലിയ ഓഫർ പ്രതീക്ഷിക്കേണ്ട. കാരണം അവർ ഓൾറെഡി നന്നായിട്ട് റിസർച്ച് ചെയ്യുകയും നല്ല അപ്ഡേഷൻ തരുന്നയും ടീമാണ് ഇപ്പോൾ നിലവിൽ. ഭാവിയിൽ എന്താവെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇനി പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും വേണ്ട. ഇപ്പം ഞാൻ ഒരുമായിട്ട് സംസാരിച്ച് നോക്കുന്നുണ്ട്. നമ്മളെ സ്റ്റുഡൻസിനൊക്കെ എന്തെങ്കിലും ഡിസ്കൗണ്ട് രീതിയിൽ കിട്ടുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഒന്നും തീരുമാനമായിട്ടില്ല. എന്തെങ്കിലും റേറ്റ് കുറച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പം എന്താ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇപ്പോൾ സ്ക്രീൻ തന്നെയല്ലേ നിങ്ങൾ കാണുന്നത്? JCൻ്റെ സ്ക്രീൻ തന്നെയല്ലേ കാണുന്നത്? അതെ JCയുടെ സ്ക്രീൻ തന്നെയാണ് കാണുന്നത്. ഓക്കെ ഓക്കെ. അതേപോലെ സ്കിമാറ്റിക്സിൻ്റെ അകത്ത് ബിറ്റ്മാപ്പിൻ്റെ അകത്ത് നിങ്ങൾ പോയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സ്കിമാറ്റിക്സ് ലോഡായി വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സ്കിമാറ്റിക്സ് വരും. അതിനങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഭാഗം സ്കിമാറ്റിക്സ് ആണ് വലുതായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മളെ ലെയർ ഇല്ലേ, ലെയർ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ലെയേഴ്സും അതിൻ്റെ കണക്ഷൻ താഴെയാണ് കാണിക്കുന്നത്. കണ്ടോ, ഏറ്റവും താഴെ. ഇവിടെ മിഡ് 1 മിഡ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 8 ലെയറും ക്ലിക്ക് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യിക്കാൻ പറ്റും. കണ്ടോ, മിഡ് 1 മിഡ് 2. ഇതിൻ്റെയൊക്കെ കളറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താനൊക്കെ പറ്റും. ഇതിപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ലെയേഴ്സിൻ്റെ കളറാണ്. ഇപ്പോൾ ZXW വെച്ച് നോക്കുമ്പം ആ ലെയറിൻ്റെ കളറിങ് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് ഈ ZX-ലാണ് ഫീൽ ചെയ്തത്. നമ്മളാകെ കലങ്ങി പോകുന്നുണ്ട്. ഹലോ, ആ ഇതില് നമ്മുടെ കോമൺ ആയിട്ട് മിസ്സിംഗ് വരുന്ന ലൈൻസ് ഒക്കെ കാണിക്കാറില്ല. അതായത് എക്സിന്റെ ഒക്കെ വൈഫൈ അതുപോലത്തെ കാര്യം മിസ്സിംഗ് വരുന്ന കോമൺ ആയിട്ട് മിസ്സിംഗ് വരുന്ന കണക്ഷൻസ് ഒക്കെ മാത്രമായിട്ട് കാണിക്കാറില്ല. NC ആണോ? എന്നുവെച്ചാൽ അങ്ങനെയല്ല, ഇങ്ങനെ ലെയർ മിസ്സിംഗ് വരുന്ന, അതായത് എക്സിനൊക്കെ കോമൺ ആയിട്ട് പ്രിന്റേഴ്സ് ആ ഇങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. അത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ആ ഇവിടെ ഫോൾട്ട് എന്ന് പറഞ്ഞ സെക്ഷൻ കണ്ടില്ലേ? ആ ആ ഇതിൽ ഈ കോമൺ സർക്യൂട്ട് എന്ന് എഴുതിയ ശരിക്കും ഇവിടെ വരണം ആ കാര്യങ്ങൾ. ഇവിടെ വരണം. ഇപ്പം നിങ്ങൾ വൈഫൈ പറഞ്ഞില്ലേ, വൈഫൈ പ്ലസ് ബ്ലൂടൂത്ത്, നോ ഫോൾട്ട് നോട്ട് ഡാറ്റ അവൈലബിൾ, ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആ ഇതിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള കോമൺ ആയിട്ട് വരുന്ന ലെയറിൻ്റെ കണക്ഷനെ കൊണ്ടാണെങ്കിൽ അത്, അല്ലെങ്കിൽ വൈഫൈ ചിപ്പിൽ ഏതെങ്കിലും പിന്ന് കോമൺ ആയിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്, അത് കാണിച്ചു തരണം. ഐ തിങ്ക് അവർ അപ്ഡേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കാം.
അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൽ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് CD എന്ന് പറഞ്ഞ. CD ആക്ച്വലി എന്താ വെച്ചാൽ ചാർജിങ് ഡിറ്റക്ഷൻ ആണ്. നമ്മളൊരു മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ചാർജിങ് പോർട്ടിൽ കണക്ട് ചെയ്യുന്നൊരു ഡോങ്കിൾ കണ്ടിണോ? ചാർജിങ്ങിന്റെ പിന്നുകൾ കണ്ടിട്ട് ഒക്കെ കാണിക്കുന്നത്. അത് JC തന്നെ ഇറക്കുന്നൊരു ഡിവൈസ് ഉണ്ട്, അതിൻ്റെ ചാർജ് പോർട്ട് ഡിറ്റക്ഷൻ, USB ഡിറ്റക്ഷൻ്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. അത് റീഫ്രഷ് ചെയ്യുക, ഡിവൈസ് ഇവിടെ കാണിക്കും, ദെൻ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് നിങ്ങളെ ചാർജർ ഏതെങ്കിലും ഒരു USB കേബിൾ കണക്ട് ചെയ്യുക ആ പോർട്ടിലേക്ക്. ഓക്കെ, ദെൻ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ പ്രോട്ടോകോൾ അനാലിസിസ് ഉണ്ട്, അതായത് വോൾട്ടേജ്, പവർ, D1, D+, ആക്സസറി, അതേപോലെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള USB കണക്ഷൻസ് ഒക്കെ ഇവിടുന്ന് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് ഏതെങ്കിലും കണക്ഷൻ മിസ്സിങ് ഉണ്ടെങ്കിൽ ഇവിടെ റെഡിൽ കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ പാർട്ട് വ്യൂവിൽ കണ്ട മാതിരി എവിടാണോ ആ പാർട്ട്, ഏത് സെക്ഷനാണോ നോക്കേണ്ടത്, അതിങ്ങനെ ഒന്ന് കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആ ഒരു USB അനലൈസർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. നമ്മളിതിനെ ബേസ് ചെയ്തിട്ടല്ല റിപ്പയറിങ് നമ്മളൊന്നും ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ യൂസ്ഫുൾ ആവും, ചിലപ്പോൾ യൂസ്ഫുൾ ആവില്ല. ഓക്കെ, ഞാൻ പറഞ്ഞ മാതിരി ഒരു ബ്ലൈൻഡ് റിപ്പയറിലേക്ക് പോകുന്ന കാര്യമാണ്. സ്റ്റിൽ നമുക്ക് ഓൾറെഡി നമ്മൾ തറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. ഡയറക്റ്റ് കണ്ടുപിടിക്കാമല്ലോ, ഈ GR ചെക്ക് ചെയ്യുന്ന സമയം വരെ ഒഴിവാക്കാം അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇപ്പം D1 എന്നുള്ള ഈ ഒരു സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും എന്തായിരിക്കും അത് ഡിറ്റക്റ്റ് ലൈനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൽ കാണിക്കുന്ന കണക്ഷൻ കണ്ടില്ലേ, USB ഡാറ്റ, പോസിറ്റീവ്, നെഗറ്റീവ്, D1, DP അങ്ങനെ പറയില്ലേ, ആക്സസറീസ്, ഇതിൻ്റെ ഒക്കെ കണക്ഷനിൽ വരുന്ന പ്രശ്നങ്ങൾ ഒറ്റയടിക്ക് ഇത് കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് റിപ്പയറിങ്ങിലേക്ക് പോകാൻ പറ്റും. അപ്പം നിലവിൽ ഇത്രയും കാര്യങ്ങൾ ഇവർ ഒരു സ്കിമാറ്റിക് സോഫ്റ്റ്വെയറിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം ഇനിയും നല്ല അപ്ഡേറ്റിങ്ങിലാണ് ഇവർ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു പിന്ന്, ഒരു ടേം നെയിം സെർച്ച് ചെയ്യാൻ ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പം ഹൈഡ്ര എന്നടിക്കുകയാണെങ്കിൽ ഹൈഡ്ര എന്നടിക്കുമ്പോൾ തന്നെ താഴെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്ര ഏതാണെന്ന് കണ്ടുപിടിക്കാം. മീൻസ് USB IC. അപ്പോൾ ഇവിടെയാണ് സെർച്ചിങ്ങിൻ്റെ ഓപ്ഷൻ ഉള്ളത്. ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് അടിച്ച് പോകുന്നത് എന്തുകൊണ്ടും ZXW ബെറ്ററാണ്. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ആക്ടിവേഷന് ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം.